ബ്രഹ്മജ്ഞാനാവലിമാല ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച ബ്രഹ്മജ്ഞാനാവലിമാല എന്ന പ്രകരണ കൃതിക്ക് ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പത്തൊൻപതാം പദ്യം. ഘടകുഡ്യാദികം സർവം മൃത്തികാമാത്രമേവ ച തദ്വത് ബ്രഹ്മ ജഗത് സർവം ഇതി വേദാന്തഡിണ്ഡിമഃ. ഘടകുഡ്യാദികം സർവം, കുടം, ചുവര് തുടങ്ങി മണ്ണിൻ്റെ രൂപഭേദങ്ങളെല്ലാം മൃത്തികാമാത്രമേവ ച, മണ്ണു മാത്രം തന്നെയാണല്ലോ. തദ്വത്, അതുപോലെ, ജഗത് സർവം ബ്രഹ്മ, ജഗത്തായി കാണപ്പെടുന്നതെല്ലാം ബോധരൂപമായ ബ്രഹ്മം തന്നെയാണ്. ഇതി വേദാന്തഡിണ്ഡിമഃ, ഇതാണ് ഉപനിഷത്തിൻ്റെ പെരുമ്പറ ഘോഷം. കുടം, ചുവര് തുടങ്ങി മണ്ണിൻ്റെ രൂപഭേദങ്ങളെല്ലാം മണ്ണു മാത്രം തന്നെയാണല്ലോ. അതുപോലെ ജഗത്തായി കാണപ്പെടുന്നതെല്ലാം ബോധരൂപമായ ബ്രഹ്മം തന്നെയാണ്. ഇതാണ് ഉപനിഷത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഇതി വേദാന്തഡിണ്ഡിമഃ, ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഏത്? ജഗത്തായി കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെ എന്നത്. എന്തുകൊണ്ട്? ബോധരൂപമായ ബ്രഹ്മം ജഗത്തിൻ്റെ പരമകാരണമായതുകൊണ്ട്. പരമകാരണത്തെ കണ്ടെത്തിയാൽ അതല്ലാതെ പിന്നെ മറ്റൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. പിന്നെ പലതു കാണുന്നതോ? മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ ബ്രഹ്മത്തിലെ ഭ്രമദൃശ്യങ്ങൾ അന്തിമ വിശകലനത്തിൽ അവയുടെ അധിഷ്ഠാനമായ വസ്തു തന്നെയാണ്. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമി തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിലെ ഭ്രമരൂപങ്ങളായ ജഗദൃശ്യങ്ങളെല്ലാം അന്തിമ വിശകലനത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഇനിയും ലോകരംഗത്തു പോലും കാരണത്തിൽ നിന്നും ഭിന്നമായ കാര്യമുണ്ടെന്ന് സ്ഥാപിക്കാനേ സാധ്യമല്ല. മണ്ണിൻ്റെ കാര്യരൂപങ്ങളായ കുടം, ചുവര് തുടങ്ങിയവയെല്ലാം മണ്ണു തന്നെയാണെന്ന് തീർച്ചയല്ലേ. പിന്നെ പലതായി കാണുന്നതോ? മണ്ണിൽ ഒരു രൂപം, അതിന് നൽകുന്ന ഒരു പേര്, അത്രയല്ലേയുള്ളൂ. നാമവും രൂപവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല എന്ന് തീർച്ചയല്ലേ. ഇപ്പോൾ മണ്ണിൽ എന്തൊക്കെ നാമരൂപങ്ങൾ മാറി മാറി വന്നാലും മണ്ണ് മണ്ണായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിരിക്കട്ടെ, വിത്ത് വൃക്ഷമാകുന്നു, പാല് തൈരാകുന്നു, എള്ളിൽ നിന്നും എണ്ണ കിട്ടുന്നു, ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു. ഇവിടെയൊക്കെ കാര്യകാരണഭേദ നിയമം ശരിയാകുമോ? തീർച്ചയായും ശരിയാകും. കാരണത്തിലില്ലാതിരുന്ന എന്തെങ്കിലും കാര്യമായി പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ? വിത്തിലില്ലാതിരുന്ന വൃക്ഷം മുളച്ചു വരാൻ പറ്റുമോ? ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയില്ല, ഉള്ളതില്ലാതാവുകയുമില്ല. ഇത് അലംഘനീയമായ നിയമമാണ്. അപ്പോൾ കാണപ്പെടുന്ന എന്തും ഉള്ള ഒന്നിൻ്റെ നാമരൂപങ്ങൾ മാത്രമാകാനേ പറ്റൂ. അതുകൊണ്ടല്ലേ പ്രത്യേക വൃക്ഷം വേണമെന്നുള്ളവർ അതേ വൃക്ഷത്തിൻ്റെ വിത്ത് അന്വേഷിച്ച് നടക്കുന്നത്. രൂപം ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യാം. രൂപം ചുരുങ്ങുകയോ വികസിക്കുകയോ ഒക്കെയാകാം. വൃക്ഷത്തിൻ്റെ ചുരുങ്ങിയ രൂപം വിത്ത്, വിത്തിൻ്റെ വികസിച്ച രൂപം വൃക്ഷം. അത്രയുള്ളൂ. ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ വസ്തു മാറുമെന്ന് വന്നാൽ ചുരുണ്ടുകിടക്കുന്ന പാമ്പും നീണ്ടുകിടക്കുന്ന പാമ്പും രണ്ട് പാമ്പാണെന്ന് കരുതേണ്ടി വരും. ഒരിക്കൽ കൂടി വായിക്കാം. വൃക്ഷത്തിൻ്റെ ചുരുങ്ങിയ രൂപം വിത്ത്, വിത്തിൻ്റെ വികസിച്ച രൂപം വൃക്ഷം. അത്രയുള്ളൂ. ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ വസ്തു മാറും എന്ന് വന്നാൽ ചുരുണ്ടുകിടക്കുന്ന പാമ്പും നീണ്ടുകിടക്കുന്ന പാമ്പും രണ്ട് പാമ്പാണെന്ന് കരുതേണ്ടി വരും. ചിലയിടങ്ങളിൽ കാര്യരൂപങ്ങൾ കാരണത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വരാം. കാര്യരൂപം കൈക്കൊള്ളുമ്പോൾ ആ രൂപങ്ങൾ പുറത്തു വരുന്നു. പാലിൽ നിന്ന് തൈരും എള്ളിൽ നിന്ന് എണ്ണയും ഓക്സിജനിലും ഹൈഡ്രജനിലും നിന്നും വെള്ളവും ഉണ്ടാകുന്നിടത്ത് ഒളിഞ്ഞിരിക്കുന്ന രൂപങ്ങൾ പുറത്തേക്ക് വരുന്നു. അത്രയുള്ളൂ. ഒളിഞ്ഞിരുന്നത് പുറത്തു വരുമ്പോൾ പുതിയ വസ്തുവാണെന്ന് കരുതിയാൽ കതകിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദേവദത്തനും പിന്നെ പുറത്തേക്കു വന്ന ദേവദത്തനും രണ്ടാണെന്ന് കരുതേണ്ടി വരും. മാത്രമല്ല
കാരണത്തിലില്ലാതിരുന്നത് ഒരിക്കലും കാര്യമായി രൂപപ്പെടുകയില്ല. കാരണത്തിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ഉള്ളത് ഉറപ്പിച്ചുകൊണ്ടാണല്ലോ തൈര് വേണമെന്നുള്ളവർ പാലന്വേഷിച്ച് നടക്കുന്നത്. കാരണത്തിൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ഉള്ളതുറപ്പിച്ചു കൊണ്ടാണല്ലോ തൈര് വേണമെന്നുള്ളവർ പാലന്വേഷിച്ചു നടക്കുന്നത്. കാരണത്തിലില്ലാത്ത കാര്യത്തെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ നിന്നും തൈരുണ്ടാക്കാമായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമാൻ 100 കൊല്ലം കഠിന തപസ്സു ചെയ്താലും കാരണത്തിൽ നിന്നും ഭിന്നമായ കാര്യത്തെ സ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് ആചാര്യപാദർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ചർച്ച ചെയ്ത് സിദ്ധാന്തിക്കുന്നത്. സാധാരണ കാണപ്പെടുന്ന കാരണകാര്യഭാവങ്ങൾ പോലും ഇത്തരത്തിലുള്ളവയാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നുള്ള ജഗത് കാര്യത്തിൻ്റെ കഥ പറയാനുമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം എല്ലാറ്റിൻ്റെയും പരമകാരണമാണ്. മണ്ണിൽ നിന്നും പാത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെയോ വിത്തിൽ നിന്നും വൃക്ഷമുണ്ടാകുന്നത് പോലെയോ ബ്രഹ്മത്തിൽ നിന്നും ജഗത്തുണ്ടാവാൻ പറ്റില്ല. മണ്ണിനെ ഭാഗങ്ങളായി വേർതിരിച്ചും പാലിനെ കടഞ്ഞുമൊക്കെയാണല്ലോ കാര്യരൂപങ്ങളായി മാറ്റുന്നത്. വിത്ത് രൂപം മാറിയാണ് വൃക്ഷമുണ്ടാകുന്നത്. പരമകാരണത്തെ അങ്ങനെ ഭാഗങ്ങളാക്കി വേർതിരിക്കാനോ കടയാനോ ഒന്നും സാധ്യമല്ല. പരമകാരണത്തിന് രൂപം മാറാനും പറ്റില്ല. പരിണാമകാര്യങ്ങളൊന്നും പരമകാരണത്തിൽ പറ്റുകയില്ല. വിവർത്തകാര്യങ്ങൾ മാത്രമേ പരമകാരണത്തിൽ സാധ്യമാവൂ. കാരണത്തിന് ഒരു ചലനവും സംഭവിക്കാതെ ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് വിവർത്തകാര്യങ്ങൾ. കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നത് പോലെ. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ ബ്രഹ്മശക്തിയായ മായ ഉണ്ടാക്കി കാണിക്കുന്ന വിവർത്തകാര്യമാണ് ജഗത്തെന്ന് വേദാന്തി സിദ്ധാന്തിക്കുന്നത്. വിവർത്തകാര്യമെന്തും കാരണം തന്നെയാണെന്ന് അല്പം ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ശാസ്ത്രബുദ്ധിയുള്ള ആർക്കും നിരസിക്കാൻ കഴിയാത്ത ഈ സിദ്ധാന്തമാണ് ബ്രഹ്മ ജഗത് സർവം എന്ന പ്രഖ്യാപനത്തിലൂടെ പദ്യത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. മണ്ണിൻ്റെ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നത് കാരണകാര്യങ്ങൾ ഒന്നാണെന്ന് എളുപ്പത്തിൽ ബോധ്യപ്പെടാൻ മാത്രമാണെന്ന് ധരിക്കേണ്ടതാണ്. ഇതേവരെയുള്ള പ്രതിപാദനം മുഴുവൻ സംഗ്രഹിച്ച് നിലനിൽപ്പിൻ്റെ പരമരഹസ്യം സിദ്ധാന്തരൂപത്തിൽ വെളിപ്പെടുത്തുകയാണ് 20-ാം പദ്യത്തിൽ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ അനേന വേദ്യം സച്ഛാസ്ത്രം ഇതി വേദാന്തഡിണ്ടിമഃ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ അനേന വേദ്യം സച്ഛാസ്ത്രം ഇതി വേദാന്തഡിണ്ടിമഃ. ബ്രഹ്മസത്യം, ബ്രഹ്മമാണ് സത്യം. ജഗത് മിഥ്യ, പലതായി കാണുന്ന ജഗത്ത് ഇല്ലാത്ത ഭ്രമമാണ്. ജീവ ബ്രഹ്മയേവ, ജീവൻ ബ്രഹ്മം തന്നെ. ന അപരഃ, മറ്റാരുമല്ല. അനേന സച്ഛാസ്ത്രം വേദ്യം, ഇത്രയും കൊണ്ട് നിലനിൽപ്പിൻ്റെ ശാസ്ത്രം അറിയപ്പെടേണ്ടതാണ്. ഇതി വേദാന്തഡിണ്ടിമഃ, ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ബ്രഹ്മമാണ് സത്യം, പലതായി കാണുന്ന ജഗത്ത് ഇല്ലാത്ത ഭ്രമമാണ്. ജീവൻ ബ്രഹ്മം തന്നെ, മറ്റാരുമല്ല. ഇത്രയും കൊണ്ട് നിലനിൽപ്പിൻ്റെ ശാസ്ത്രം അറിയപ്പെടേണ്ടതാണ്. ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഇതി വേദാന്തഡിണ്ടിമഃ, ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഏത്? ബ്രഹ്മം സത്യമെന്നത്. എന്തുകൊണ്ട്? ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായതുകൊണ്ട്. എന്താണ് ബ്രഹ്മം? ശുദ്ധബോധമാണ് ബ്രഹ്മം. എന്താണ് ബോധം? അനുഭവമാണ് ബോധം. ബോധത്തെ അഥവാ അനുഭവത്തെ ഇതിൽ കൂടുതൽ നിർവചിക്കാൻ സാധ്യമല്ല. എന്തിന് നിർവചിക്കണം? അനുഭവം എല്ലാവർക്കും അനുഭവമല്ലേ? അനുഭവത്തിൽ സംശയമില്ലല്ലോ. അനുഭവമില്ലാത്ത എന്തെങ്കിലും ഉള്ളതാകുമോ? അനുഭവമാണ് ഉന്മ. ഉന്മ മാത്രമേ ഉള്ളതാകാൻ പറ്റൂ. ഉള്ളത് മാത്രമേ സത്യമാകാൻ പറ്റൂ. ഉന്മ അഥവാ അനുഭവം എവിടെയും ഉണ്മയാണ്. അതുകൊണ്ട് അതൊന്നേയുള്ളൂ. അതാണ് അദ്വൈതം. അപ്പോൾ പിന്നെ പലതനുഭവപ്പെടുന്നതോ? ചോദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നു. പലത് അനുഭവമാണ്. അതായത് അനുഭവം പലതായി കാണപ്പെടട്ടെ. ഒരു വസ്തു പലതായി കാണപ്പെടുന്നു. എന്താണ് ദോഷം? വസ്തു ഒന്ന്, പലത് വെറും തോന്നൽ. ബോധം അഥവാ അനുഭവം സത്യം, പലത് അതിലെ നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല.
അതുകൊണ്ട് അവ മിഥ്യ അഥവാ ഭ്രമം. നാമരൂപസങ്കല്പങ്ങൾ മാറിയാൽ ബോധം അഥവാ അനുഭവം ശുദ്ധാനന്ദ ബോധമായി ബാക്കി നിൽക്കും. അതുതന്നെയാണ് ബ്രഹ്മം. നാമരൂപസങ്കല്പങ്ങളെ മാറ്റി ഇതാർക്കു വേണോ പരീക്ഷിച്ച് ഉറപ്പിക്കാവുന്നതാണ്. നാമരൂപസങ്കല്പങ്ങൾ മാറുമ്പോൾ അവനവനിലുള്ള ജീവബോധമായ ഞാൻ തന്നെ ബ്രഹ്മരൂപമായി തെളിയും. അതുകൊണ്ടാണ് ജീവൻ ബ്രഹ്മം തന്നെ, മറ്റാരുമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകമുണ്ടായ കാലം മുതൽ പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടു പോരുന്ന സത്യമാണിത്. എന്നും ഇതാർക്കും ധൈര്യമുണ്ടെങ്കിൽ പരീക്ഷിച്ച് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാമരൂപസങ്കല്പരഹിതമായ ശുദ്ധബോധം അഥവാ ശുദ്ധാനുഭവം ബ്രഹ്മം. നാമരൂപസങ്കല്പങ്ങളോട് കൂടിയ ബോധം അഥവാ അനുഭവം പ്രപഞ്ചം. ഇതാണ് നിയമം. അനുഭവം, അറിവ്, പ്രതിപത്തി എന്നൊക്കെയുള്ള പദങ്ങൾ ബ്രഹ്മപര്യായങ്ങൾ തന്നെ. സത്ത്, ചിത്ത്, ആനന്ദം ഇവയും ബ്രഹ്മപര്യായങ്ങളാണ്. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ എന്നാണ് അർത്ഥം. ഉണ്മയും അനുഭവവും ഒന്നുതന്നെ. അനുഭവിക്കാത്തിടത്ത് ഉണ്മ സാധ്യമല്ല. അനുഭവമില്ലേ എല്ലാം ശൂന്യം. ചിത്ത് എന്ന പദത്തിന് ബോധം എന്നർത്ഥം. സങ്കല്പമില്ലാത്ത ശുദ്ധചിത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ്. അതുകൊണ്ട് ആനന്ദപദവും ബ്രഹ്മപര്യായം തന്നെ. ഉപനിഷത്തുക്കൾ ജ്ഞാനം, പ്രജ്ഞാനം, വിജ്ഞാനം ഇത്യാദി പദങ്ങളും ബ്രഹ്മപര്യായങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നിലയിലെല്ലാം ബ്രഹ്മത്തെ വിചാരം ചെയ്തറിയുമെങ്കിൽ ഇതിൽ കവിഞ്ഞൊരു ജഗത് സത്യം ഇനി ഒരിക്കലും ആരും കണ്ടെത്താൻ പോകുന്നില്ല എന്ന് സംശയാതീതമായി തെളിയും. ഇനിയും സർവം ബ്രഹ്മമയമാണെന്ന് തീർച്ചയായതുകൊണ്ട് ഒരു ബ്രഹ്മജിജ്ഞാസു അതനുഭവിക്കാനായി എങ്ങനെ മനസ്സിനെ ഭാവനാമയമാക്കണമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആചാര്യപാദർ ദിവ്യമായ കൃതി ഉപസംഹരിക്കുന്നു. അന്തർജ്യോതിർ ബഹിർജ്യോതി പ്രത്യഗ്ജ്യോതി പരാത്പരഃ ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. അന്തർജ്യോതിർബഹിർജ്യോതിർപ്രത്യഗ്ജ്യോതി പരാത്പരഃ ജ്യോതിർജ്യോതി സ്വയം ജ്യോതിരാത്മജ്യോതി ശിവോസ്മ്യഹം. അന്തഃ ജ്യോതി ഉള്ളിൽ വെളിച്ചം, ബഹിഃ ജ്യോതി പുറമേ വെളിച്ചം, പ്രത്യഗ്ജ്യോതി അവനവനിലാത്മാവായ വെളിച്ചം, പരാത്പരഃ പ്രപഞ്ചത്തെയാകെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, ജ്യോതിർജ്യോതി വെളിച്ചങ്ങളുടെ എല്ലാം വെളിച്ചം, സ്വയം ജ്യോതി സ്വയം വെളിച്ചം, ആത്മജ്യോതി എല്ലാവരിലും ആത്മാവായി വിളങ്ങുന്ന വെളിച്ചം, ശിവ അഹമസ്മി ആ മംഗളസത്യം ഞാൻ തന്നെയാണ്. ഉള്ളിൽ വെളിച്ചം, പുറമേ വെളിച്ചം, അവനവനിൽ ആത്മാവായ വെളിച്ചം, പ്രപഞ്ചത്തെയാകെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചം, സ്വയം വെളിച്ചം, എല്ലാവരിലും ആത്മാവായി വിളങ്ങുന്ന വെളിച്ചം, ആ മംഗളസത്യം ഞാൻ തന്നെയാണ്. ശിവോസ്മ്യഹം ആ മംഗള വെളിച്ചം ഞാൻ തന്നെയാണ്. ഏതാണ് ആ മംഗള വെളിച്ചം? സർവത്ര അനുഭവരൂപമായി വിളങ്ങുന്ന ബ്രഹ്മം. അനുഭവമില്ലേ ഞാനുമില്ല, ജഗത്തുമില്ല. അതുകൊണ്ട് എവിടെയും എപ്പോഴും എല്ലാം അതുതന്നെ. സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. ഓം ശാന്തി ശാന്തി ശാന്തി.